ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു വ്ളോഗാണ് കേട്ടോ. ഒരു 3-4 ദിവസത്തെ വ്ളോഗ് എല്ലാം കൂടെ കൂട്ടിക്കലർത്തിക്കൊണ്ടുള്ളൊരു വ്ളോഗാണ്. അപ്പോൾ ഈ വ്ളോഗ് തുടങ്ങുന്നത് ഡിസംബർ 30 രാത്രി ഒരു 11:30 ശേഷമാണ് കേട്ടോ നമ്മൾ ഈ ഒരു വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഇന്ന് എന്താ പ്രോഗ്രാം എന്ന് വെച്ചാൽ, അച്ചാച്ചൻ്റെ ഷോപ്പിൽ നിന്നുള്ള ആൾക്കാരും വിത്ത് ഫാമിലി നമ്മളെല്ലാവരും കൂടെ നമ്മുടെ ഉമ്മൽക്കോയിൽ നമ്മൾ അന്നൊരു ഫാമിലി ആയിട്ട് നമ്മൾ ചുടാൻ പോയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ ഒരു സ്ഥലത്തേക്ക് നമ്മൾ ഇവരുടെ ഷോപ്പിൽ നിന്നുള്ള ആൾക്കാരായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ അതിന് ഞങ്ങളിതാ റെഡിയായി. സാറക്കുട്ടി അവിടെ ചെറിയൊരു സെൻറ്റി പിടിച്ച്, അതായത് ചുമ്മാ വഴക്കുണ്ടാക്കി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ക്യാച്ചപ്പ് ചെയ്തു എന്നേ ഉള്ളൂ. പിന്നെ നമ്മൾ ബസ്സിനാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ഞാനും ചിന്നൊക്കെ ബസ്സിൽ കയറി. ബാക്കി ആൾക്കാരൊക്കെ നമ്മുടെ റോഡിൽ തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് പേര് വരാനുണ്ട്. അപ്പം നമ്മളങ്ങനെ എല്ലാവരും കൂടെ എല്ലാവരും വർത്താനൊക്കെ പറഞ്ഞിട്ട് ബസ്സിനാകുമ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്നിച്ച് പോകാമല്ലോ, അല്ലെ പിന്നെ 2-3 കാറൊക്കെ പിടിക്കേണ്ടി വരും. ഇതാകുമ്പോൾ ഒന്നിച്ചൊരു വൈബിലങ്ങ് പോകാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇവർ ബസ്സാണ് കേട്ടോ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പം അങ്ങനെ നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ഏകദേശം ഒരു 11:45 സമയം കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നാളെ എല്ലാവർക്കും ഡ്യൂട്ടിയൊക്കെ ഉള്ള ദിവസമാണ് കേട്ടോ. ബട്ട് എന്നുമല്ലല്ലോ, വർഷത്തിൽ എന്നല്ലേക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുള്ളൂ. അപ്പോൾ ഇതാ എല്ലാവരും വന്നിട്ടുണ്ട്. എല്ലാവരും നല്ല ചിൽ മൂഡിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പം എന്താ പറയുക, ഇനിയിപ്പോൾ നമുക്ക് മുന്നോട്ട് പോകാം. ഇവരുടെ മാനേജറും വൈഫൊക്കെ അജ്മാനിൽ നിന്നാണ് കേട്ടോ കയറുന്നത്. അപ്പോൾ അവർ അവിടെയാണ് താമസിക്കുന്നത്. അപ്പോൾ നമ്മൾ ഷാർജയിൽ നിന്ന് ഇതാ ബസ് സ്റ്റാർട്ട് ചെയ്ത് ഒരു വൈബിൽ ഇങ്ങനെ പിടിച്ച് പോവാണേ. അങ്ങനെ നമ്മൾ അവിടെ എത്തി. ഏകദേശം കരിയൊക്കെ ഇട്ട് തീ പിടിപ്പിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ചെന്നപ്പോൾ ഉള്ള വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല. കാരണം സാറക്കുട്ടിക്ക് പിന്നെ അറിയാമല്ലോ, അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇതിന് ഓട്ടവും ബഹളവും. പിന്നെ നമ്മൾ അവളെ ഒന്നും നോക്കണമല്ലോ, കാരണം ഇരുട്ടും കൂടെ ആയതുകൊണ്ട് കടലിലോട്ടൊക്കെ ഓടിപ്പോവും. അവൾക്ക് അങ്ങനെ ഒരു ടെൻഡൻസി ഉണ്ടേ. അപ്പം അങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പം ഞാൻ ഇടയ്ക്ക് വന്നിട്ട് കുറച്ച് വീഡിയോസൊക്കെ ഇങ്ങനെ എടുക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ ആ ഒരു ഏരിയയിലെല്ലാം ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. ഒരുപാട് ആൾക്കാർ ഇതുപോലെ ഇരുന്ന് ചൂടുന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യം ഫിഷാണ് ചെയ്തത്. ഫിഷും ചിക്കനും ആയിരുന്നു കേട്ടോ. ചിക്കൻ 2 സെറ്റായിരുന്നു. ഒന്ന് ഗ്രീൻ ഫ്ലവറും ഒന്ന് റെഡ് ഫ്ലവറും ആയിരുന്നു. അപ്പോൾ അതാ നമ്മൾ ചിക്കനാണ് ആദ്യം ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം എല്ലാവരും ഇങ്ങനെ നോക്കി നിന്നിട്ടൊക്കെ ഓരോന്ന് സെറ്റപ്പ് ചെയ്യുകയാണ് കേട്ടോ. അതൊക്കെ കണ്ടില്ല, അങ്ങോട്ടൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ ഇരുട്ടായതുകൊണ്ട് നമുക്ക് ബീച്ചിലോട്ടൊന്നും ഞങ്ങൾ ഇറങ്ങിയില്ല. പിന്നെന്താ ഇങ്ങനെ നമ്മളിത് എടുത്തുകൊണ്ടിരിക്കുന്നു കേട്ടോ. എല്ലാവരും ഭയങ്കര ജാക്കറ്റൊക്കെ ഇട്ടുണ്ടാട്ടോ പോയത്. കാരണം നല്ല അത്യാവശ്യം ഇപ്പോൾ തണുപ്പൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ ഒരു ടൈമും കൂടെ ആകുമ്പോൾ നല്ല തണുപ്പായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷെ നമ്മൾ വിചാരിച്ച അത്ര തണുപ്പും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മളിതൊക്കെ അങ്ങ് ഊരിക്കളയും കേട്ടോ. അപ്പോൾ ഇതങ്ങനെ ആദ്യത്തെ ഫിഷൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പൊറോട്ട കുബൂസൊക്കെ ഉണ്ടായിരുന്നുണ്ട്. അപ്പോൾ നമ്മളിരുന്ന സ്ഥലം മൊത്തം നമ്മളിങ്ങനെ എല്ലാം സാധനങ്ങളൊക്കെ എടുത്ത് സെറ്റ് ചെയ്ത് വെച്ചേക്കാണേ. അടുത്ത ചിക്കൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മളിതാ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആ ഏരിയയിലോട്ടൊന്നും പോയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇവരാണ് ഇത് സെറ്റ് ചെയ്യുന്നത്. അപ്പം ഞങ്ങളിങ്ങനെ പിള്ളേരൊക്കെ പുറകെ നടക്കുകയാണ്. എല്ലാവരും ഇങ്ങനെ ചുറ്റിനും നിൽക്കുന്നു. ആദ്യം കിട്ടുന്നവരൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഓരോരുത്തരായിട്ട് മാറി കഴിക്കുന്നൊക്കെ ഉണ്ട് ഫുഡ്. അപ്പോൾ എല്ലാവരും കൂടെ ഒന്നിച്ച് കഴിക്കാനായിട്ട് നിന്നാൽ ഇത് തണുത്തു പോകും. പിന്നെ അത് എല്ലാം കൂടെ ഒന്നിച്ചാവത്തില്ലല്ലോ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഫിഷ് കഴിച്ചവർ പിന്നെ അടുത്ത സെക്ഷനിലോട്ട് ചെയ്തു, ചിക്കൻ ചെയ്യുന്നു, പിന്നെ അവരത് ചെയ്യുന്നു. അങ്ങനെയൊക്കെയായിരുന്നു അവർ ചെയ്തത് കേട്ടോ. അപ്പോൾ നല്ലൊരു വൈബായിരുന്നു കേട്ടോ. അത് അടിപൊളിയായിട്ട് ഉണ്ടായിരുന്നു അന്നത്തെ ഒരു ദിവസം എന്ന് പറയുന്നത്.
അങ്ങനെ നമ്മുടെ ചുടൽ പ്രക്രിയകളൊക്കെ കഴിഞ്ഞിട്ട് നമ്മളത് തിരിച്ച് വീട്ടിലോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ തിരിച്ച് വന്നപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഓളമൊക്കെ വെച്ച് ഒക്കെയാണ് തിരിച്ച് വരുന്നത്. അപ്പോൾ ഞാനും അച്ചാച്ചനും സാറക്കൂട്ടൊക്കെ ഏറ്റവും ബാക്കിലോട്ടേക്ക് പോകുന്നത് കേട്ടോ. അപ്പോൾ ഫുൾ സീറ്റ് ഉണ്ടല്ലോ. പിന്നെ നമ്മൾ സാധനങ്ങളൊക്കെ ഡബ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ എല്ലാവരും കയറിയിട്ടുണ്ട്. അത്യാവശ്യം എൻജോയ് ചെയ്തിട്ട് തന്നെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ ഈ ഒരു ഡേ ഇവിടെ നമ്മൾ വൈൻഡപ്പ് ചെയ്യുവാണ് കേട്ടോ. ഇത് 31 രാത്രിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ന്യൂ ഇയറിൻ്റെ എന്താ പറയുക, പുറത്തെങ്ങും പോയിട്ടില്ല. അച്ഛന് ഡ്യൂട്ടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് അച്ഛൻ വന്നു, ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാൻ പറഞ്ഞു നമുക്ക് നമ്മുടെ ബിൽഡിങ്ങിൻ്റെ മേളിലേക്കൊന്ന് പോയി നിൽക്കാം, വെടിക്കെട്ടും എല്ലാം കാണാൻ പറ്റുവാണെങ്കിലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ കോർണിഷൻ്റെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ലക്ഷ്യം വെച്ചിട്ട് നമ്മളിത് ഈ സൈഡിൽ നിന്നു കറക്റ്റ് 12 മണിയായപ്പോൾ കണ്ടില്ലേ പടക്കമൊക്കെ പൊട്ടി. ഹാപ്പി ന്യൂ ഇയർ കേട്ടോ. അപ്പോൾ നമ്മൾ നമ്മുടെ ബിൽഡിങ്ങിൻ്റെ മേളിൽ നിന്നപ്പോഴത്തേനും അപ്പുറത്തെ ബിൽഡിങ്ങിലാണ് നമ്മുടെ ജോസഫേനും അശ്വതിയും താമസിക്കുന്നത് കേട്ടോ. അപ്പോൾ അവരുടെ ബിൽഡിങ്ങിൻ്റെ മേളിൽ നിൽക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ നമ്മൾ 2 ബിൽഡിങ്ങിൻ്റെ മേളിൽ നിന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിച്ചുകൊണ്ട് നമ്മളിതാ അവിടെ കോർണിഷൻ്റെ അവിടെ പടക്കം പൊട്ടുന്നത് നമ്മുടെ ബിൽഡിങ്ങിൽ നിന്നുകൊണ്ട് കണ്ടു കേട്ടോ. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അവിടോട്ട് പോകാഞ്ഞത് നന്നായി കേട്ടോ, വേറൊന്നും കൊണ്ടല്ല, ഭയങ്കര ട്രാഫിക് ആയിരുന്നു. പിന്നെ ജസ്റ്റ് ഒരു 10 മിനിറ്റത്തെ വെടിക്കെട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അത് കാണാൻ വേണ്ടി നമ്മൾ അവിടെ വരെ പോയിട്ട് പിന്നെ തിരിച്ചു വരുന്നത് നല്ല റിസ്ക് ആയിരുന്നു. അപ്പോൾ അത് കാരണം പോകാതെ ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ട് കാണാനും പറ്റി, എൻജോയ് ചെയ്യാനും പറ്റി. നമ്മൾ അങ്ങനെ നമ്മുടെ ന്യൂ ഇയർ അവിടെ പടക്കമൊക്കെ പൊട്ടുന്നത് കണ്ട് ആഘോഷിച്ചു കേട്ടോ. അപ്പോൾ ഇത് ജനുവരി 1 കേട്ടോ. ജനുവരി 1 എന്ന് പറയുമ്പോൾ രാത്രി ഏകദേശം 11:45 കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ജനുവരി 2 ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആണ് കേട്ടോ. അപ്പോൾ അച്ഛൻ വന്നപ്പോൾ ഒരു കേക്കൊക്കെ ആയിട്ടാണ് വന്നത്. അപ്പോൾ കേക്കിൻ്റെ ആനിവേഴ്സറിയുടെ ജസ്റ്റ് ഒന്ന് പാളിപ്പോയിട്ടുണ്ട് കേട്ടോ. അത് അവിടെ കൈമുട്ടി ആ ഒന്ന് ഇതായിപ്പോയി. പക്ഷെ കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നമ്മളിത് ആനിവേഴ്സറിയുടെ പാട്ടൊക്കെ വെച്ച് അവിടെ സെറ്റ് ചെയ്തതാണ്. അപ്പോഴത്തേന് സാറക്കുട്ടി വഴക്കുണ്ടാക്കി. പിന്നെ അവൾക്ക് ആ പാട്ട് വേണ്ട, വേറെ പാട്ട് മതി എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് നമ്മൾ സാമിനാമിന പാട്ടാണ് വെച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ അവൾക്കത് ഇഷ്ടപ്പെട്ടു അങ്ങോട്ട് നോക്കി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കേക്ക് കട്ട് ചെയ്യാനുള്ളൊരു ചെറിയൊരു സെറ്റപ്പ് അവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചെറുതായിട്ടൊന്ന് ഡ്രസ്സൊക്കെ ചെയ്തു. നമ്മൾ മാത്രമുള്ളായിരുന്നു, വേറെ ആരെയും വിളിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ആനിവേഴ്സറി അല്ലേ, പിന്നെ ഒരു എന്താ പറയുക അങ്ങനെ ആരെയും വിളിച്ചില്ല. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത മാസം സാറുകുട്ടിയുടെ ബർത്ത്ഡേ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ ഗ്രാൻഡ് ആക്കാമെന്ന് വിചാരിച്ചു. ഇതിപ്പോൾ നമ്മൾ മാത്രം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. നമ്മൾ 3 പേര് മാത്രം ഉണ്ടായിരുന്നു. ഒരു ചെറിയൊരു കുട്ടി ആഘോഷം കേട്ടോ, ഒരുപാട് ഗ്രാൻഡ് ഒന്നുമല്ല. നമ്മളിതാ കുഞ്ഞൊരു കേക്ക് വാങ്ങിച്ചു, നമ്മുടെ ഒരു സന്തോഷം കേക്കൊക്കെ കട്ട് ചെയ്തിട്ട് അങ്ങനെ. അപ്പോൾ അതാ 12 മണി കഴിഞ്ഞിട്ടാട്ടോ നമ്മൾ ഇത് കട്ട് ചെയ്യുന്നത്. അപ്പം 2 തീയതിയാണ് നമ്മുടെ വെഡിങ് ആനിവേഴ്സറി. അപ്പം ദൈവത്തെയൊക്കെ മനസ്സ് വിചാരിച്ചിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. എന്താണെന്നറിയത്തില്ല, എത്ര പെട്ടെന്നാണ് വർഷങ്ങൾ കടന്നുപോയത് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്താ പറയുക, ഇത്രയും നല്ലൊരു കുടുംബ ജീവിതം തന്നതിന് ദൈവത്തിന് നന്ദി. ഞാൻ കുറച്ച് വീഡിയോസൊക്കെ ഇങ്ങനെ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി എഡിറ്റ് ചെയ്തപ്പോഴത്തേന് അറിയാതെ എൻ്റെ കണ്ണു നിറഞ്ഞു പോയി ഗൈസ്. അപ്പോൾ എന്താണെന്ന് അറിഞ്ഞൂടാ കേട്ടോ, ഞാൻ അത്രയും നന്ദി പറയുന്നു ദൈവത്തിനോട്, ഇങ്ങനെ ഒരു ഭർത്താവിനെ തന്നതിന്, കുടുംബത്തിനെ തന്നത്, നല്ലൊരു പൊന്നോമന മകളെ നമുക്ക് തന്നതിന്, എല്ലാത്തിനും നന്ദി മാത്രമേ പറയാനുള്ളൂ കേട്ടോ ദൈവത്തോട്. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇത് ജനുവരി 2 ആണ് കേട്ടോ. അപ്പം നമ്മുടെ വെഡിങ് ആനിവേഴ്സറിയുടെ അന്ന് രാവിലെയാണ്. അപ്പം ഞാൻ ഓർത്തു ഒരു കുറച്ച് ഇന്നത്തെ കാര്യങ്ങളിലൂടെ ഒക്കെ കാണിച്ചിട്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ അത് രാവിലെ എണീറ്റ് വന്നിട്ടുണ്ടേ. അപ്പം ഞാനിപ്പോൾ കാണിക്കുന്നത് നമ്മുടെ ട്രീ ആട്ടോ. സാറക്കുട്ടി ഫുൾ ടൈം ഈ ട്രീക്കകത്താണ് പരിപാടി കേട്ടോ. ഈ ബോൾസ് എടുക്കുക, കളിക്കുക, കൊണ്ടുവയ്ക്കുക, അതാണ് എല്ലാം കൂടെ താഴെ കൂന കൂടി കിടക്കുന്നത്. അപ്പോൾ അത് ജസ്റ്റ് കാണിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ രാവിലത്തേക്കാണ് ഞാൻ ഇഡ്ഡലി സാമ്പാറുമാണ്, പിന്നെ ചായ വെച്ചിട്ടുണ്ട്. അപ്പോൾ സാമ്പാർ ഇന്നലെ തലേന്നേ വെച്ചാൽ കേട്ടോ. ഇപ്പോൾ ഇഡ്ഡലി രാവിലെ വെച്ചു, സാമ്പാർ ചൂടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അച്ഛൻ ഇന്ന് ഡ്യൂട്ടി ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ചൊന്നും തന്നെ ഇന്നലെ കേക്കൊക്കെ മുറിച്ചല്ലോ, അപ്പോൾ പ്രത്യേകിച്ച് ഇന്നൊന്നും ഇല്ല. അപ്പോൾ ഉച്ചയ്ക്ക് ഇന്ന് ബിരിയാണി ആട്ടോ. അപ്പോൾ ഞാൻ വിചാരിക്കുകയാണ്, എന്നും ഞാൻ വീഡിയോ എടുത്താലും ബിരിയാണി നമുക്ക് ഈ വീഡിയോയ്ക്ക് അത് വരുന്നുണ്ടല്ലോ എന്നിങ്ങനെ അച്ഛൻ്റെ അടുത്തും പറഞ്ഞു കേട്ടോ. അതൊക്കെ പറഞ്ഞിട്ടാണ് നമ്മളിങ്ങനെ ഇരിക്കുന്നത്.
അപ്പോൾ രാവിലത്തെ പരിപാടി കഴിഞ്ഞു, ഉച്ചത്തേക്കാനുള്ള ബിരിയാണി ഇതാണ്ട് ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ അങ്ങ് വൈൻഡപ്പ് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പോഴാണ് അച്ഛൻ രാത്രി വന്നിട്ട് പറഞ്ഞേ, നമ്മളൊന്നും തന്നെ ചെയ്തില്ലല്ലോ, എല്ലാ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതല്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടേ നമ്മൾ രാത്രിയിൽ അച്ഛൻ വന്നതിന് ശേഷം നമ്മൾ പുറത്തേക്കൊന്ന് പോയി കേട്ടോ. ഫുഡ് പുറത്തുനിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു ചൈനീസ് റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ പണ്ട് അവിടെ പോയി ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ അതൊക്കെ മാറിയെന്ന് വെച്ചാൽ പേരിനൊക്കെ കുറച്ച് ചേഞ്ചസ് ഒക്കെ വരുത്തി ബോർഡൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഗോൾഡൻ ഫോർക്ക് പാലസ് എന്നാക്കിയിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ അവിടെ പോയിട്ടാണ് നമ്മൾ ഫുഡ് കഴിച്ചത്. അപ്പോൾ അത് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ കേട്ടോ. അപ്പോൾ ചെന്നപ്പോൾ തന്നെ അവർ നമുക്ക് വെജിറ്റബിൾ സൂപ്പും അതുപോലെ തന്നെ ബ്രെഡ് തന്നിട്ടുണ്ടായിരുന്നു. നല്ല സൂപ്പായിരുന്നു. അപ്പോൾ ഞാനിത് കുടിക്കണോ വേണ്ടയോ എന്നുള്ള ഇതിലായിരുന്നു കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു, അച്ചാച്ചനും നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞങ്ങൾ സാറക്കുട്ടിക്കും കൂടെ അവർ തന്നിട്ടുണ്ടായിരുന്നു. അവിടെ കാര്യം പിന്നെ അറിയാലോ, അവൾക്ക് ഒരു ഫുഡ് വിരോധിയാണ് അവൾ. അപ്പോൾ നമ്മൾ അവരുടെ അടുത്ത് പറഞ്ഞു വേണ്ട, നമുക്ക് 2 പേർ കൂടെ മതി എന്ന് പറഞ്ഞിട്ട് അവർ പറഞ്ഞു ശരി ഓക്കെ എന്ന് പറഞ്ഞിട്ട് അവർ പോയിട്ടോ. പക്ഷേ അവർ വന്നുമില്ല. നമ്മൾ പക്ഷേങ്കിൽ ആ സാറക്കുട്ടിക്ക് വെച്ച സൂപ്പും കൂടെ നമ്മൾ ഷെയർ ചെയ്ത് കുടിച്ചിട്ടോ. അത്രയും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ, നല്ല യമ്മി ആയിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മൾ ഓർഡർ ചെയ്തത് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ചില്ലി ചിക്കനും അതുപോലെ തന്നെ ചിക്കൻ ഫ്രൈഡ് റൈസും ആയിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു കോമ്പിനേഷൻ. അപ്പോൾ അതുകൊണ്ടായിരിക്കും മേ ബി അച്ഛൻ പറഞ്ഞ് നമുക്ക് പുറത്ത് പോയി ഫുഡ് കഴിക്കണം. അപ്പോൾ അച്ഛൻ തന്നെ ചോദിച്ചു നമ്മൾ ഒന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ എന്തുകൊണ്ടായിരിക്കും. ഞാൻ പറഞ്ഞു എനിക്ക് ചില്ലി ചിക്കനൊക്കെ ഇഷ്ടമായതുകൊണ്ട് അച്ഛൻ അങ്ങനെ തീരുമാനിച്ചതായിരിക്കും എന്നൊക്കെ ചുമ്മാ എന്തൊക്കെയാണ് പറഞ്ഞു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ പോയിരുന്നു രാത്രിയിൽ ഫുഡ് കഴിക്കാൻ കേട്ടോ. നല്ലൊരു വൈബായിരുന്നു. അധികം ആളും പേരും ഒന്നുമില്ല, എന്നാൽ കുറച്ച് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ വാങ്ങിച്ച് കഴിച്ചിട്ട് സാറക്കുട്ടി പിന്നെ ആ ബ്രെഡ് മാത്രമേ കഴിച്ചുള്ളൂ കേട്ടോ. വേറെ ഒന്നും അവൾക്ക് കൊടുക്കാൻ പറ്റുന്നൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അത് മാത്രമേ അവൾക്ക് മതിയായിരുന്നുള്ളൂ. പിന്നെ ഒരു ജ്യൂസ് വാങ്ങിച്ചു കൊടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഫുഡ് കഴിക്കണം. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളിത് പണ്ട് ഇവിടെ വന്നപ്പോൾ എനിക്ക് തോന്നി ഈ ചില്ലി ചിക്കനും പൊറോട്ടയായിരുന്നു തോന്നുന്നു വാങ്ങിച്ചത്. എനിക്ക് ഈ ഒരു കോമ്പിനേഷൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ചില്ലി ചിക്കനും പൊറോട്ടയും ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇന്നത്തെ നമ്മുടെ ഒരു വെഡ്ഡിങ് ഡേയും ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.